ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മൾ നിത്യജീവൻ്റെ സുവിശേഷത്തിനു വേണ്ടി ഇനിയുള്ള ഏതാനും സമയം കാതോർക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നിത്യജീവൻ്റെ സുവിശേഷത്തെ ഷെഖേന ചാനലിലൂടെ നമ്മൾ ശ്രവിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം എന്താണ്? സഭ പഠിപ്പിക്കുന്ന ആ പഠനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇന്നേ ദിവസം അന്ത്യവിധിയിൽ സ്നേഹം എന്ന പുണ്യത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുക. നമുക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും അതിനായി ഒരുക്കാം. നിത്യജീവൻ്റെ സുവിശേഷം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് ഗുരു. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തും. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രകാശത്തിനു വേണ്ടി നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തലുകൾ നൽകട്ടെ. പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യങ്ങൾ നൽകട്ടെ. നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് ഈ ഗാനത്തിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ഈ സുവിശേഷ ധ്യാനത്തിനായിട്ടൊരുക്കാം. പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ സ്വർഗക്കനലെ നാവിലെന്നെ തൊടണേ. ഓ സ്വർഗക്കനലെ നാവിലെന്നെ തൊടണേ. യേശുനാമം പുണ്യനാമം പാരിലെങ്ങും ഘോഷിക്കാൻ. യേശുനാമം പുണ്യനാമം പാരിലെങ്ങും ഘോഷിക്കാൻ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. കർത്താവിൻ്റെ ആത്മാവ് അവിടുത്തെ പ്രകാശം കൊണ്ട് നമ്മിൽ നിറയ്ക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മിൽ ആവസിക്കട്ടെ. ദൈവീകമായ വെളിപ്പെടുത്തലുകൾ നമുക്ക് പരിശുദ്ധാത്മാവ് നൽകട്ടെ. ദൈവവചനത്തിൻ്റെ ഉള്ളറകളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോകട്ടെ. വ്യക്തമായ ബോധ്യങ്ങൾ നൽകി പരിശുദ്ധാത്മാവ് നമ്മെ അഭിഷേകം ചെയ്യട്ടെ. ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകണേ. ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകണേ. ദൈവസ്തുതി പാടുവാൻ എന്നിൽ സ്നേഹം നൽകണമേ. ദൈവസ്തുതി പാടുവാൻ എന്നിൽ സ്നേഹം നൽകണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ.
ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ ഓ സ്വർഗക്കനലെ നാവിലെന്നെ തൊടണേ ഓ സ്വർഗക്കനലെ നാവിലെന്നെ തൊടണേ യേശുനാമം പുണ്യനാമം പാരിലെങ്ങും ഘോഷിപ്പാൻ യേശുനാമം പുണ്യനാമം പാരിലെങ്ങും ഘോഷിപ്പാൻ ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകണേ ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകണേ ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകണേ ദൈവസ്തുതി പാടുവാൻ എന്നിൽ സ്നേഹം നൽകണമേ ദൈവസ്തുതി പാടുവാൻ എന്നിൽ സ്നേഹം നൽകണമേ ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ നിന്നു നീ നിറയ്ക്കണേ ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ നിന്നു നീ നിറയ്ക്കണേ ആത്മാവേ വരണമേ 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 ഹല്ലേലൂയ 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 ഇരു കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മേൽ നിറയട്ടെ. ഹല്ലേലൂയ 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 ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ആരാധന 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 സ്വർഗീയ ശക്തിയെ നിറയണമേ ആത്മശക്തിയെ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ ഹല്ലേലൂയ 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 ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന 10,000ങ്ങളിലേക്ക് വരണമേ ആത്മാവേ സ്വർഗം തുറക്കണമേ കൃപകൾ വർഷിക്കണമേ ആത്മാവേ ആരാധന 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 ആത്മാവേ ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വസിക്കുന്ന ദൈവീക ശക്തിയെ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളുടെ ശരീരങ്ങളെ സുഖപ്പെടുത്തണമേ. അന്ധകാരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവേ ദിവ്യപ്രകാശത്തിലേക്ക് ഞങ്ങൾ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വരദാന ഫലങ്ങൾ ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളെ ആത്മാവിനെ മുദ്ര ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ ആത്മാവേ, ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കറകളെയും കഴുകണമേ. അന്ധകാരമായ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും പരിശുദ്ധാത്മാവേ അങ്ങയുടെ അഗ്നിയാൽ പ്രകാശിപ്പിക്കണമേ. പാപക്കറകളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. നിത്യസത്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യങ്ങൾ നൽകണമേ. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവിൻ്റെ ആത്മാവേ, അങ്ങുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്ന കർത്താവിൻ്റെ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ അടിമപ്പെടുത്തുന്ന സകല അന്ധകാര ശക്തികളിൽ നിന്ന് പരിശുദ്ധാത്മാവേ ഞങ്ങളെ സ്വതന്ത്രമാക്കണമേ.
ഞങ്ങളുടെ ചിന്തകളെ സ്വതന്ത്രമാക്കണമേ. ഞങ്ങളുടെ ചിന്താമണ്ഡലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവെ പ്രകാശം അയക്കണമേ. നിത്യസത്യങ്ങളെ ഗ്രഹിക്കാൻ വേണ്ട ജ്ഞാനം പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് ആവശ്യമായ വചനം നൽകണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് നൽകുന്ന വചനങ്ങളുടെ ഉൾപ്പൊരുളുകൾ ഗ്രഹിക്കാൻ അങ്ങയുടെ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവേ, ലോകത്തിൽ പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല ദൈവമക്കളിലേക്കും അങ്ങയുടെ ശക്തി വ്യാപരിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒന്നാക്കണമേ. സഹിയോൻ ഒട്ടിശാലയിൽ എന്നതുപോലെ ഏക ഹൃദയത്തോടെ ഏക മനസ്സോടെ ഈ ശുശ്രൂഷയിൽ പങ്കാളികളായിക്കൊണ്ട് പരിശുദ്ധാത്മാവേ, ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക്, പുത്തൻ ബോധ്യങ്ങളിലേക്ക്, ആത്മാവിൻ്റെ ബലയെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച്, നിത്യസത്യങ്ങളെക്കുറിച്ച് ശാശ്വതമായ വെളിപ്പെടുത്തലുകൾ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ശ്രവിക്കുന്ന ഓരോ വാക്കുകളും പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ ബോധ്യപ്പെടുത്തി തരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നിത്യജീവനിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്ന സകല നാരകീയ ശക്തികളെയും അങ്ങയുടെ അഗ്നിയാൽ ദഹിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, അഭിഷേകം ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, ഈ നിമിഷങ്ങളിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിത്യജീവന്റെ വലിയ ബോധ്യങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കണമേ. മാനസാന്തരങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായും ശുദ്ധീകരിക്കണമേ. പാപത്തെ ഉപേക്ഷിക്കാനുള്ള കൃപ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ഈ ശുശ്രൂഷയെ ഏറ്റെടുക്കണമേ. ഞങ്ങളിൽ നിറയണമേ. ആവേ, ആവേ, അമ്മേ, അമ്മേ, അമലേ, അമലേ, മരിയേ, അമലേ, അമലേ, മരിയേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ ശുശ്രൂഷയെ നമുക്ക് സമർപ്പിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ലോകം മുഴുവനിലുമുള്ള സകല ദൈവമക്കളെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ നമുക്ക് പ്രതിഷ്ഠിക്കാം. സകലരും രക്ഷപ്രാപിക്കണമെന്ന്, സകലരും സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകണമെന്ന്, സകല പാപികളും മാനസാന്തരപ്പെടണമെന്ന് ഏറെ ആഗ്രഹിക്കുന്ന ആ അമ്മയുടെ സാന്നിധ്യം ഈ സമയം മുഴുവനും നമുക്കുണ്ടാകട്ടെ. അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ ഏറ്റവും സുരക്ഷിതമായ ആ ഇടത്തിൽ ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചോളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സംരക്ഷകനായ വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവരെ, വളരെയേറെ ഗൗരവമേറിയ ഒരു വിഷയം ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ധ്യാനിക്കുകയാണ്. ധാരാളം കാര്യങ്ങൾ ദൈവവചനത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ പ്രത്യേക കാലഘട്ടത്തിൽ ചില ബോധ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോവുകയാണ്. അടിസ്ഥാനപരമായ
വിശ്വാസ ജീവിതത്തിൻ്റെ ചില സത്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോവുകയാണ്. അതിൻ്റെ പരിണിത ഫലമാണ് നിത്യജീവൻ്റെ സുവിശേഷം എന്ന് പറയുന്ന ഈ ശുശ്രൂഷ. കാരണം നാളിത്രയും ഒരു പക്ഷേ നമ്മൾ ഈ ലോകത്തിൻ്റെ സന്തോഷത്തിന്, സുഖത്തിന്, നമ്മുടെ ജീവിതം കൊതിക്കുന്ന ധാരാളം ലോക മോഹങ്ങളെ സ്വന്തമാക്കാൻ ജീവിത വ്യഗ്രതയിൽ നെട്ടോട്ടമോടിയവരാണ്. ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പല അനുഭവങ്ങളിലൂടെയും നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനത്തിന് ഒരുങ്ങുന്ന സഭ ഇന്ന് നേരിടുന്ന എല്ലാ പീഡനങ്ങളും നമുക്കൊരു ഉണർത്തുപാട്ടാണ്. എന്തിനു വേണ്ടിയാണ് ഈശോ തൻ്റെ സഭ സ്ഥാപിച്ചത്? എന്തിനു വേണ്ടിയാണ് ഈശോ തൻ്റെ ആത്മാവിനെ ഈ ലോകത്തിൽ വർഷിച്ചത്? എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് പീഡാനുഭവങ്ങളിലൂടെ അവൻ കടന്നുപോയത്? കുരിശും മരണത്തിന് തന്നെ വിട്ടുകൊടുത്തത്? അവൻ മഹത്വീകൃതനായി അവൻ്റെ രണ്ടാമത്തെ വരവിൽ നമ്മെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വഴിയൊരുക്കുകയായിരുന്നു. എന്നാൽ യേശുവിൻ്റെ സുവിശേഷത്തെ ശരിയായി മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇനിയും നമ്മൾ പാതി വഴിയിൽ തങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. അതുകൊണ്ട് നിത്യസത്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇനിയെങ്കിലും ബോധ്യപ്പെടണം. ധാരാളം കാര്യങ്ങളെക്കുറിച്ച്, ഒരുപക്ഷെ ഒരു സമൃദ്ധിയുടെ സുവിശേഷം എല്ലായിടത്തും നമ്മൾ ആ സമൃദ്ധിക്ക് വേണ്ടി, സുസ്ഥിതിക്ക് വേണ്ടി, ആരോഗ്യത്തിനു വേണ്ടി, രോഗസൗഖ്യത്തിനു വേണ്ടി ഒക്കെ പരക്കം പായുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ദൈവം നൽകുന്ന ഈ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കാനുള്ള ആ പരിശ്രമങ്ങളൊക്കെ തീർച്ചയായിട്ടും അത് പഴിച്ചു തള്ളുന്നില്ല. പക്ഷെ അതിനേക്കാളുമൊക്കെ ഉപരിയായി നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് എന്ന് ഈ കാലത്തിൻ്റെ അടയാളങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് നിത്യജീവൻ്റെ സുവിശേഷം അത് നമ്മൾ ആത്മാവിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ ഉള്ളറകളിലേക്ക് ഈ ദിവസങ്ങളിൽ കടന്നു പോവുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് സ്നേഹം എന്ന പുണ്യം അന്ത്യവിധിയിൽ നമ്മുടെ ജീവിതത്തിന് എത്രമാത്രം ആവശ്യമാണ് എന്ന ഒരു ചിന്ത പങ്കുവയ്ക്കാനാണ് നമ്മൾ ഒരുങ്ങുക. എന്നാൽ അതിനു മുമ്പായി അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുകൊണ്ട് ഈ ഒരു ചിന്തയിലേക്ക് കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പുതിയ ചില പ്രമേയങ്ങളെ അവതരിപ്പിക്കുക, പുതിയ പുതിയ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുക, പുതിയ പുതിയ പഠനങ്ങൾ കൊണ്ടുവരിക, അങ്ങനെ നമ്മുടെയൊക്കെ അറിവിൻ്റെ തലത്തിൽ ഇനിയും കുറേ കാര്യങ്ങളെ കയറ്റിവിടുന്ന ഒരു ശൈലിയിൽ നിന്ന് മാറിയിട്ട് നമുക്കിന്ന് അടിസ്ഥാനപരമായ ബോധ്യങ്ങളിൽ ജീവിതത്തെ ഒന്ന് പൊളിച്ചെഴുതാൻ സാധിക്കണം. ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരാൻ നമുക്ക് സാധിക്കണം. മാനസാന്തരം എന്ന് പറയുന്നത് ഒരു തിരിച്ചു നടത്തമാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിശോധിച്ചിട്ട് യഥാർത്ഥത്തിൽ നമ്മൾ ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് ഒരു തിരിച്ചുപോക്കിന് സമയമായി. നീ ഏത് അവസ്ഥയിൽ നിന്നാണോ അധപ്പതിച്ചത് എന്ന് ചിന്തിക്കുക, അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. ആ ആദിമ സ്നേഹത്തിലേക്ക് തിരിച്ചു പോകാൻ കാലം അതിക്രമിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് കർത്താവിൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ കണ്ണു നടുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ നിത്യജീവൻ്റെ സുവിശേഷം നമ്മൾ പ്രഘോഷിക്കുന്നത്? പ്രിയമുള്ളവരെ, ഏക ലക്ഷ്യമേ നമുക്കുള്ളൂ, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ. ആത്മാവിൻ്റെ രക്ഷ ഒരുപക്ഷെ നമ്മൾ വളരെ പ്രാധാന്യത്തോടെ ചിന്തിക്കേണ്ടിയിരുന്ന ഈ വിഷയത്തെക്കുറിച്ച് വേണ്ടത്ര ബോധ്യങ്ങളിലേക്ക് ഇനിയും നമ്മൾ വന്നിട്ടില്ല എന്നുള്ളതാണ്. ലോകത്തിൻ്റെ ഒരു സുഖമോഹങ്ങളിലുള്ള ഒരു പരക്കം പാച്ചിലിൽ നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെയും മായം ചേർത്ത് ആധ്യാത്മികതയെ ഭൗതികവൽക്കരിച്ച
ഒരുപക്ഷെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ദുരവസ്ഥയിൽ നിന്ന് മാറാൻ സമയമായി. ചില സത്യങ്ങളിൽ ബോധ്യപ്പെട്ട് ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ, വേരുറക്കുന്നില്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഒരു ചോദ്യം, നമ്മൾ കേട്ടുമടുത്തിട്ടുള്ള ഒരു ചോദ്യം വീണ്ടും നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരണം. മത്തായിയുടെ സുവിശേഷത്തിൽ 16-ാം അധ്യായം 26-ാം തിരുവചനം ഈശോ ചോദിക്കുന്നു, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്താണ് പ്രയോജനം? നിന്റെ ആത്മാവിന് പകരമായി നീ എന്ത് കൊടുക്കും? എത്രയോ കേട്ട് തഴമ്പിച്ച ഒരു വചനമാണിത്. പക്ഷെ പ്രിയമുള്ളവർ, ഇതിൻ്റെ ഉള്ളിലേക്ക്, ഈ വചനത്തിൻ്റെ ഉൾപ്പൊരുളുകളിലേക്ക് നമുക്കിനിയും ഏറെ ഇറങ്ങിച്ചെല്ലാനുണ്ട്. കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ അടിസ്ഥാനപരമായ ചോദ്യമാണ്. നിന്റെ ആത്മാവിന് പകരമായി നീ എന്ത് കൊടുക്കും? നമുക്കൊരു ഉത്തരമുണ്ടാകണം. നമുക്കെല്ലാവർക്കും അറിയാം, ഫ്രാൻസിസ് സേവിയർ എന്ന് പറയുന്ന ഒരു വിശുദ്ധനെ വാർത്തെടുത്തതാണ് ഈ ചോദ്യം. ഇതിനുള്ള ഉത്തരം വ്യക്തമായി ലഭിച്ചപ്പോൾ ഫ്രാൻസിസ് സേവിയർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പരിപൂർണമായും മാറ്റുന്നുണ്ട്. പാരീസ് സർവകലാശാലയിലെ പ്രഗത്ഭനായ ആ വിദ്യാർത്ഥിക്ക് വന്ന രൂപാന്തരീകരണം നമുക്കറിയാം. എനിക്ക് ആത്മാക്കളെ തരിക എന്ന് പറഞ്ഞുകൊണ്ട് ലോകം മുഴുവനിലേക്കും ഇറങ്ങിത്തിരിക്കുന്ന ഒരാവേശത്തിലേക്ക് ഫ്രാൻസിസ് മാറുന്നുണ്ട്. ലോകത്തിൻ്റെ സുഖമോഹങ്ങളിൽ, അറിവിൽ, ഉന്നതമായ ബിരുദത്തിൽ, ആ പ്രശസ്തമായ സർവകലാശാലയിൽ പ്രഗത്ഭനായി കഴിയാനുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളിലും നിന്ന് ഈ ലോകത്തെ സ്വന്തമാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വ്യഗ്രതകളിൽ നിന്ന് ആത്മാവിനെ സ്വന്തമാക്കാനുള്ള ഒരു രൂപാന്തരീകരണം ഫ്രാൻസിസ് സേവിയറിനുണ്ടായപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. ഇന്നും ആ പുണ്യ ശരീരം അഴുകാതെ സൂക്ഷിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ആത്മാവിന് വില കൽപ്പിച്ചതിൻ്റെ പരിണിത ഫലമാണത്. പ്രിയമുള്ളവരെ, ആ വലിയ ശക്തി, ആത്മാവിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞപ്പോൾ ഫ്രാൻസിസ് സേവിയറിന് ലഭിച്ച ആ വലിയ കൃപ, ഇത് എനിക്കും നിങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ ലഭിച്ചേ മതിയാകും. ഫ്രാൻസിസ് സേവിയർ വ്യക്തമായിട്ടും ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചു. എൻ്റെ ആത്മാവ് നശിച്ചാൽ എന്താണ് പ്രയോജനം? എൻ്റെ ആത്മാവിന് പകരം വയ്ക്കാൻ എന്താണ് ഈ ലോകത്തിലുള്ളത്? ലോകത്തിലെ സമ്പത്തും ആരോഗ്യവും സൗന്ദര്യവും കഴിവുകളും സ്ഥാനമാനങ്ങളും ഒക്കെ ആർജിച്ചെടുത്താലും എൻ്റെ ആത്മാവിന് പകരം വയ്ക്കാൻ എനിക്ക് എന്താണുള്ളത്? ഈ ചിന്ത അനേകായിരങ്ങളെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. ഈ വചനം അനേക ഹൃദയങ്ങളിലേക്ക് കടന്നു ചെന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ രാത്രിയുടെ യാമത്തിൽ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിൻ്റെ ശക്തി അയക്കട്ടെ. ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരട്ടെ. ആത്മാവിൻ്റെ വില എന്താണ്? നമ്മൾ പലപ്പോഴും ഈ ലോകത്തിൽ, ഇന്നത്തെ പ്രത്യേക കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ സുഖമോഹങ്ങൾക്ക് പുറകെയുള്ള ജീവിത വ്യഗ്രതയിലെ നെറ്റോട്ടത്തിൽ ആത്മാവിൻ്റെ വില അന്വേഷിക്കാനോ അത് നേടിയെടുക്കാനോ ആത്മാവിന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല എന്നൊരു ബോധ്യത്തിലേക്ക് വരാനോ നമുക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് കർത്താവ് ഈ പ്രത്യേക കാലഘട്ടത്തിൽ ഇടപെടുകയാണ്. തൻ്റെ വചനം, ഈശോ വെളിപ്പെടുത്തി തന്ന എല്ലാ സത്യങ്ങളെയും ഈ നിത്യജീവൻ്റെ സുവിശേഷത്തിലുണ്ട്. ഇനി പുതിയ ഒരു വെളിപ്പെടുത്തൽ നമുക്ക് ആവശ്യമില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ഈ കാലത്തിനനുസൃതമായി കർത്താവിൻ്റെ വചനങ്ങളെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ ആത്മാവിൻ്റെ വില എനിക്ക് മനസ്സിലാക്കാൻ കഴിയണം. എൻ്റെ ആത്മാവിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് എനിക്ക് മാറാൻ കഴിയണം. അതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഭൗതികമായ ലോകസുഖങ്ങളുടെ പുറകെ എൻ്റെ ശരീരത്തിന്, ഈ ലോകത്തിലുള്ളതിന് പ്രാധാന്യം കൊടുത്ത് കടന്നുപോയ എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ഒരു മാറ്റം സംഭവിക്കണം. എൻ്റെ ആത്മാവിൻ്റെ വില ഞാൻ മനസ്സിലാക്കണം. അന്ത്യവിധിയെക്കുറിച്ചും അന്ത്യവിധിയിൽ
സ്വർഗീയ സൗഭാഗ്യം, നിത്യജീവൻ ലഭിക്കാനുമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൻ്റെ അടിസ്ഥാന പ്രമാണം ഇവിടെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മാവിൻ്റെ മഹത്വം എന്താണ്? നമ്മുടെ ആത്മാവിൻ്റെ വില എന്താണ്? 3 കാര്യങ്ങൾ അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, എൻ്റെ ആത്മാവിൻ്റെ അനശ്വരതയെ ഞാൻ മനസ്സിലാക്കണം. ആത്മാവിൻ്റെ അനശ്വരത എന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഈ ശരീരത്തിൽ സകലതും നശിക്കും ആത്മാവൊഴികെ. എൻ്റെ ശരീരം, ഞാൻ നേടിയെടുത്ത സകലതും നശ്വരങ്ങളാണ്. എന്നാൽ എൻ്റെ ആത്മാവ് അനശ്വരമാണ്. ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ഈ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരണം. സഭാപ്രസംഗകന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായം 7-ാം തിരുവചനം പറയുന്നുണ്ട്, ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മറയുന്നു, ആത്മാവ് അതിൻ്റെ ദാതാവായ ദൈവത്തിലേക്ക് തിരിച്ചു പോകുന്നു. എന്താണ് മരണം എന്ന് ചോദിച്ചാൽ അതിനുള്ള മനോഹരമായ ഒരു നിർവചനമാണിത്. ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മറയുന്നു. എൻ്റെ ശരീരം മണ്ണിലേക്ക് മറയുന്നു. എന്നാൽ എൻ്റെ ആത്മാവ് അതിൻ്റെ ദാതാവായ ദൈവത്തിലേക്ക് തിരിച്ചു പോകണം. ഈ ഒരു അനശ്വരമായ ശക്തിയെ ഒരുപക്ഷെ വേണ്ട വിധത്തിൽ പരിഗണിക്കാതെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏറെ സഞ്ചരിച്ചു കഴിഞ്ഞു. ആത്മാവിൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പരിവർത്തനം ഈ കാലഘട്ടത്തിൽ നടക്കണം. പ്രിയമുള്ളവരെ, നമുക്കറിയാം, നേടിയെടുത്ത ഒന്നും തന്നെ ഒരു ഉപകാരവുമില്ലാത്ത രീതിയിൽ കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ എല്ലാം ഈ മണ്ണിൽ മറയുന്ന ഒരു സാഹചര്യത്തിൽ എത്രയോ വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ മാനസാന്തരമില്ലാതെ ഈ കാലഘട്ടത്തിൽ മൺമറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ജീവിതം, അതിൻ്റെ അന്ത്യത്തിൽ എൻ്റെ ആത്മാവ് അതിൻ്റെ ദാതാവായ ദൈവത്തിലേക്ക് തിരിച്ചെത്തണം. ഇതാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മഹനീയത. ഈ മഹത്വം മനസ്സിലാക്കിയിട്ട് ക്രിസ്തീയത ജീവിക്കാൻ നമുക്ക് സാധിക്കണം. കുറേ ആചാര അനുഷ്ഠാനങ്ങളിൽ കുടുങ്ങിക്കൊണ്ട് ഒരുപക്ഷെ ഭൗതികമായ കുറേ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഭൗതികവൽക്കരണം ആധ്യാത്മികതയിൽ വരുത്തിക്കൊണ്ട് നമ്മൾ ഇനിയും ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോയാൽ ശരിയാവില്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ദൈവം ഒരു പ്രത്യേക രീതിയിൽ നമുക്കൊരു ടൈം ഔട്ട് തന്നിരിക്കുന്നത്. ഒന്ന് ചിന്തിക്കാൻ. സകല വിധത്തിലും ഒരുപക്ഷെ നമ്മൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിച്ച് ആ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കാൻ ആഗ്രഹിച്ച് ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏതൊരു ക്രിസ്ത്യാനിയും ലോകത്തിലെ എല്ലാ മേഖലകളിലും പീഡിപ്പിക്കപ്പെടുന്ന, ക്രൂരമായി വധിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ മനസ്സ് പതറാതിരിക്കണമെങ്കിൽ നമുക്കുണ്ടാകേണ്ട ഒരു ബോധ്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ അനശ്വരമായത് എൻ്റെ ആത്മാവാണ്. എൻ്റെ ജീവിതത്തിൽ അനശ്വരമായത് എൻ്റെ ആത്മാവാണ്. ആ ആത്മാവ് നശിക്കാൻ പാടില്ല. ഇതാണ് ഒന്നാമത്തെ ചിന്ത. എൻ്റെ ആത്മാവ് അനശ്വരമാണ്. രണ്ടാമതായിട്ട്, പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വിലയെക്കുറിച്ച് ഏറ്റവും അധികം ഒരുപക്ഷെ അറിയാവുന്നത് പിശാചിനാണ്. സുവിശേഷങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന വെളിപ്പെടുത്തലുകളിലൂടെ വെളിച്ചത്തിലാണ് ഞാൻ സംസാരിക്കുക. മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വില ഏറ്റവും കൂടുതൽ അറിയാവുന്നത്, മനുഷ്യനേക്കാളേറെ അറിയാവുന്നത് പിശാചിനാണ്. അതുകൊണ്ട് എല്ലാ അടവുകളും പയറ്റിക്കൊണ്ട് മനുഷ്യൻ്റെ ആത്മാവിനെ നശിപ്പിക്കാൻ അവൻ സകല തന്ത്രങ്ങളും മെനയുകയാണ്. പിശാച് നേരിട്ട് വന്ന് ഒരു ആക്രമണം നടത്തിയിട്ട് ആത്മാവിനെയൊന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ താളുകളിൽ അവൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയാം. അവൻ കൗശലക്കാരനാണ്, അവൻ നുണയനാണ്. അവൻ എങ്ങനെയാണ് പ്രവർത്തിക്കുക? അവൻ മനുഷ്യനെ മയക്കി ആത്മാവിനെ കവർന്നെടുക്കുന്നത്
ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ താളുകളിൽ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ആദ്യ മാതാപിതാക്കൾക്ക് സംഭവിച്ചത്? പിശാചിൻ്റെ ഒരു ഓപ്പറേഷൻ നമ്മളവിടെ കാണുന്നുണ്ട്, ഒരു 5 ദിന പരിപാടി. ദൈവം സൃഷ്ടിച്ച പറുദീസയിലാക്കിയ ആ മനുഷ്യ ജീവിതം ദൈവത്തോടൊത്ത് സകല സ്വാതന്ത്ര്യവും അനുഭവിച്ച സ്നേഹത്തിലും വിശുദ്ധിയിലും സന്തോഷത്തിലുമൊക്കെ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ആ മനുഷ്യൻ്റെ ആത്മാവിനെ നശിപ്പിക്കാനായിട്ട് കൗശലം മെനയുന്ന പിശാചിനെ നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമതായിട്ട് അവൻ കൊണ്ടുവയ്ക്കുന്നത് സംശയമാണ്. ദൈവം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവനൊരു സംശയം ആദ്യ മാതാപിതാക്കളുടെ ഉള്ളിൽ വിതയ്ക്കുന്നുണ്ട്. ആ സംശയം അതിനെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ദൈവം പറഞ്ഞതിനെയെല്ലാം വളച്ചൊടിച്ച്, വചനത്തെ വളച്ചൊടിച്ച് അവൻ അവരെ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. മൂന്നാമതായിട്ട് കൽപ്പന ലംഘിക്കാനായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് അവരെത്തിച്ചേരുകയാണ്. അത്രമാത്രം കൗശലം മെനയുകയാണ്. പിശാചിന് ഒന്നേ ലക്ഷ്യമുള്ളൂ, ആ ആത്മാക്കളെ കവർന്നെടുക്കണം. പിശാച് നീട്ടിവെക്കുന്ന കൗശലങ്ങളിൽ എന്തൊക്കെയോ സുഖമോഹങ്ങളുടെ പുറകെയുള്ള ഒരന്വേഷണത്തിൽ ദൈവത്തെ തെറ്റിദ്ധരിച്ച് ദൈവവചനം ഗ്രഹിക്കാൻ കഴിയാതെ, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കാനാകാതെ, നാലാമതായിട്ട് ആ ആദ്യ മാതാപിതാക്കൾക്ക് സംഭവിക്കുന്നത് അവർ പരാജയപ്പെടുകയാണ്. അവർ പാപത്തിൽ വീഴുകയാണ്. കൽപ്പനകൾ ലംഘിച്ച് അവർ പാപത്തിൽ വീഴുകയാണ്. അതിനുശേഷം ഏറ്റവും ദയനീയമായൊരവസ്ഥയിലേക്ക് പിശാച് കൊണ്ടുപോകുന്നു. അവർ ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ശൈലി ഇന്നും മനുഷ്യ ജീവിതത്തിൽ അവൻ അനുവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് പരമാവധി മറഞ്ഞിരിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ സകല തന്ത്രങ്ങളും മെനഞ്ഞ് ധാരാളം ആത്മാക്കളെ അവൻ കൊത്തിയെടുത്തു കഴിഞ്ഞു. അവൻ്റെ തന്ത്രങ്ങളെ ഒരുപക്ഷെ തിരിച്ചറിയാൻ കഴിയാതെ അബദ്ധത്തിൽ പെട്ടുപോയവരുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ അറിയുന്നു, ബോധപൂർവം അവനെ സേവിച്ച്, അവനെ ആരാധിച്ച്, അവൻ്റെ സ്വന്തമായി ജീവിക്കുന്ന ഒരു ദുരന്തത്തിലേക്ക് മനുഷ്യൻ വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. ശബ്ദധാരാവലിയിൽ പിശാച് എന്ന് പറയുന്ന വാക്കിന് അർത്ഥം പറയുമ്പോൾ പിശാചിൻ്റെ 5 തന്ത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് അവൻ്റെ പഞ്ചതന്ത്രങ്ങൾ? അജ്ഞാനം, മനുഷ്യൻ്റെ ജ്ഞാനം നശിപ്പിക്കുക; അസത്യം, സത്യമായതിൽ നിന്ന് മനുഷ്യനെ പിന്തിരിപ്പിക്കുക; അവിവേകം, വിവേകം നശിപ്പിക്കുക; അശൗചം, ശുചിത്വം നഷ്ടപ്പെടുത്തുക; അശുദ്ധി, മാംസപ്രിയത്വം, ജഡികത, മനുഷ്യനെ ജഡമോഹങ്ങൾക്ക് പുറകെ കൊണ്ടുപോവുക. പ്രിയമുള്ളവരെ, ഇത്തരത്തിൽ ഇന്ന് മനുഷ്യൻ്റെ ആത്മാവിനെ, ആ ആത്മാവിൻ്റെ വില വ്യക്തമായും മനസ്സിലാക്കിക്കൊണ്ട് പിശാച് റാഞ്ചിയെടുക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളിന്ന് ഈ കർത്താവിൻ്റെ വചനത്തിന് മുമ്പിലിരിക്കുമ്പോൾ ഒരുപക്ഷെ പൗലോസ്ലീഹ പറയുന്നത് പോലെ കുരിശിൻ്റെ വചനം ഭോഷത്വമായി തോന്നുന്നവരുണ്ടാകും. പക്ഷെ നമുക്കിത് രക്ഷയുടെ അടയാളമാണ്, ശക്തിയാണ്. എൻ്റെ ജീവിതം ദൈവം എന്തിനു വേണ്ടി സൃഷ്ടിച്ചുവോ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ എനിക്ക് കഴിയണം. എൻ്റെ ആത്മാവ് ദൈവത്തിൽ വിലയം പ്രാപിക്കണം. ദൈവമേ, എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കുന്നു, അങ്ങയിൽ എത്തിച്ചേരുവോളം ഞാൻ അസ്വസ്ഥനാണ് എന്ന് പറഞ്ഞ അഗസ്തീനോസിനെ പോലുള്ള ഒരു അസ്വസ്ഥത നമുക്ക് ആത്മാവിൻ്റെ കാര്യത്തിൽ ആവശ്യമാണ്. ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും കിടന്നും മറഞ്ഞ് ഒരുപക്ഷെ ഈ പറയുന്ന അസ്വസ്ഥതകളെ പുൽകി പരാജയപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യന് തീർച്ചയായിട്ടും ദൈവം നൽകുന്ന ഒരു ഉണർത്തുപാട്ട് തന്നെയാണ് ഈ അസ്വസ്ഥതകൾ. കാരണം നീ പോകേണ്ട വഴി ഇതല്ല, നീ ജീവിക്കേണ്ട ശൈലി ഇതല്ല, നീ ഈ ലോകത്തിനോട് അനുരൂപപ്പെടാനുള്ളതല്ല. അതുകൊണ്ട് നിനക്ക് സ്വസ്ഥത ഉണ്ടാകണമെങ്കിൽ നീ തിരിച്ചു വരണം, നീ മനസാന്തരപ്പെടണം. നിത്യജീവനെക്കുറിച്ച് നിനക്ക് ബോധ്യമുണ്ടാകണം, നിന്റെ ആത്മാവിൻ്റെ മഹത്വം നീ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ആത്മാവിൻ്റെ വിലയെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ മൂന്നാമതായിട്ട്
അതിപ്രധാനമായ ഒരു കാര്യം, ദൈവം ഏറ്റവും കൂടുതൽ വില കൊടുത്തിട്ടുള്ളത് മനുഷ്യൻ്റെ ആത്മാവിന് വേണ്ടിയാണ്. എൻ്റെ ആത്മാവിന് വേണ്ടിയാണ് ദൈവം ഏറ്റവും അധികം വില കൊടുത്തിട്ടുള്ളത്. പിതാവായ ദൈവം തൻ്റെ പുത്രനെ കാൽവരിയിൽ ബലിയായി അർപ്പിച്ചത്, അവൻ്റെ ജീവൻ ബലിയായി ആ കാൽവരി മലയിൽ രക്തമൊഴുകി അവൻ പിടയുമ്പോൾ പിതാവ് വില കൊടുക്കുകയാണ് തൻ്റെ പുത്രനെ എൻ്റെ ആത്മാവിന് വേണ്ടി. ആദിമാതാപിതാക്കൾ നഷ്ടപ്പെടുത്തിയ ആ ചൈതന്യം വീണ്ടെടുക്കാൻ, ആത്മാവിനെ വീണ്ടെടുക്കാൻ, മനുഷ്യൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ അവൻ ഈ ലോകത്തിൽ കടന്നു വന്ന് അതേക്കുറിച്ച് ബോധ്യപ്പെടുത്തി ഒടുവിൽ വില കൊടുത്ത് നേടിയെടുത്തതാണ് എൻ്റെ ആത്മാവിനെ. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ദൈവം ഏറ്റവും അധികം വില കൊടുത്തിട്ടുള്ളത് എൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. എന്നിട്ട് ഇതൊന്നും പരിഗണിക്കാതെയുള്ള ഒരു ജീവിതത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ക്രൈസ്തവ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടണം. നമ്മളിന്ന് ഈ ലോകത്തിന് അനുരൂപമായി മുന്നോട്ട് പോവുകയും ഈ ലോകത്തിലുള്ള മറ്റ് ഒരുപക്ഷെ യേശുവിൻ്റെ സുവിശേഷം അറിയാത്ത പലരെയും പോലെ ആയിത്തീരുകയും ചെയ്യുന്നെങ്കിൽ എന്ത് വ്യത്യസ്തതയാണ് നമുക്കുള്ളത്? അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെയേറെ ഉണർന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഷെക്കൈന ചാനലിനെ ഈ നിത്യജീവൻ്റെ സുവിശേഷത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് ഒരുക്കിയത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എൻ്റെ ആത്മാവിന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ലെന്നും ഈ ആത്മാവ് നഷ്ടപ്പെട്ടാൽ പിന്നെ ലോകം മുഴുവൻ നേടിയെന്ന് പറഞ്ഞിട്ടും ഒരു ഉപകാരമില്ലെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. അതുകൊണ്ട് ഈ ആത്മാവിനെ നേടാൻ എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ അന്ത്യവിധിക്കായി ഞാൻ തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ ആത്മാവ് വിജയം ആഘോഷിക്കാൻ, നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ ഇന്ന് ഉണർവോടെ ഞാൻ ചിന്തിക്കണം. എന്തെല്ലാം വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒന്നും നിഷേധിക്കുന്നില്ല. ഏതെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഒരുപക്ഷെ ഒരിടത്തും എത്തിച്ചേരാനാകാതെ തപ്പിത്തടയുന്നത്. ക്രൈസ്തവ വിശ്വാസത്തിൽ അതിപ്രധാനമായ ഈ വിഷയങ്ങളെയൊക്കെ പെട്ടിയിൽ പൂട്ടിവെച്ചിട്ട് മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സമയവും ഊർജവും തീർച്ചയായിട്ടും വൃഥാവിലാവുകയാണ്. അതുകൊണ്ട് അടിസ്ഥാനപരമായ ഈ ഒരു കാര്യത്തിലേക്ക് നാം കടന്നു വരണം. മറ്റു പലതിനും വേണ്ടിയുള്ള വ്യഗ്രതയിൽ പരസ്പരം കലഹിച്ച്, പരസ്പരം പഴിചാരി, പരസ്പരം വെട്ടിവീഴ്ത്തിക്കൊണ്ട് ഒരു യുദ്ധക്കളത്തിൽ നമ്മളിങ്ങനെ മുറിവേറ്റ് കിടക്കുമ്പോൾ പ്രിയമുള്ളവരെ, പിശാച് മനുഷ്യൻ്റെ ആത്മാവിനെ കൊത്തിക്കൊണ്ടു പോകുന്നുവെന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ഒരുപക്ഷെ ഈ ലോകത്തിൻ്റെ സുഖമോഹങ്ങളിലൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് അതാണ് ശരി എന്ന രീതിയിലേക്ക് ഇന്ന് ധാരാളം ക്രൈസ്തവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ലോകത്തിൽ എല്ലായിടത്തും ഉന്നതമായ പലതും നേടിയെടുക്കാൻ, പവർ, അധികാരം, ശക്തി, പ്രോസ്പെരിറ്റി, സുഖമോഹങ്ങൾ, ഇതെല്ലാം നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു കുതിച്ചു പായലിൽ തീർച്ചയായിട്ട് ക്രിസ്തീയത എന്ന് പറയുന്നത്, ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് നമുക്ക് അന്യമായിട്ടില്ലേ? നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ പ്രിയമുള്ളവരെ, നമുക്ക് പരമപ്രധാനമായും യേശുക്രിസ്തു വില കൽപ്പിക്കാൻ ആവശ്യപ്പെടുന്ന ഈ മൂല്യങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഒരു ക്രൈസ്തവ ജീവിതത്തിലേക്ക് നമ്മൾ വന്നാൽ തീർച്ചയായിട്ടും അവിടെ പരാജയങ്ങളുടെ കോലാഹലമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു വലിയ ബോധ്യത്തോടെ വേണം ഇങ്ങനെയുള്ള ഈ ചിന്തകളെ മനസ്സിലാക്കാൻ. ഇത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഒരു പുതിയ പ്രബന്ധാവതരണമൊന്നുമല്ല, ഒരു പുതിയ പഠനമൊന്നുമല്ല. നമ്മൾ ഇനിയും വളരെയേറെ ഗൗരവത്തോടെ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട യേശുവിൻ്റെ സുവിശേഷത്തെ മനസ്സിലാക്കാതെ പോകുന്നു. തീർച്ചയായും ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം നമുക്ക് സുസ്ഥിതി വേണം, ആരോഗ്യം വേണം, സമ്പത്ത് വേണം, കഴിവുകൾ വേണം. ഇതിനെ ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഒരു ജീവിതമല്ല
കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. നീ എന്തിനാണ് പരമപ്രാധാന്യം കൊടുക്കുന്നത്? നീ എല്ലാം വാരിപ്പിടിച്ച്, ഈശോ പറഞ്ഞില്ലേ, നീ ആദ്യം ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക. അങ്ങനെ ഒരു ശൈലിയിലേക്ക് മാറാനുള്ള ഒരു വിളി ഈ കാലഘട്ടം നമുക്ക് തരുന്നുണ്ട്. ഈ കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു രൂപാന്തരീകരണത്തിലേക്ക് നമുക്ക് വരണം. പ്രിയമുള്ളവരെ, ഇന്ന് പ്രത്യേകമായും ഈ നിത്യജീവൻ്റെ സുവിശേഷത്തെ ധ്യാനിക്കുമ്പോൾ അന്ത്യവിധിയിൽ സ്നേഹം എന്ന പുണ്യത്തിൻ്റെ പ്രാധാന്യത്തെ ഞാനൊന്ന് മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. കർത്താവിൻ്റെ വചനം എന്താണ് പറയുന്നത്? എൻ്റെ ജീവിതത്തെക്കുറിച്ച് അന്ത്യവിധിയിൽ കർത്താവ് വിധിക്കുമ്പോൾ ഈ സ്നേഹത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ട്? മരണത്തെക്കുറിച്ച്, വിധിയെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം ഓരോ വിഷയങ്ങളല്ല, ഇതെല്ലാം അടിസ്ഥാനപരമായ ഒരു വിഷയത്തിൻ്റെ വിവിധങ്ങളായ വശങ്ങളാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഒരു പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം അന്ത്യവിധിയിൽ സ്വർഗം സ്വന്തമാക്കാൻ, നിത്യജീവൻ സ്വന്തമാക്കാൻ? ഈശോ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വചനം മനോഹരമായി നമുക്ക് ബോധ്യങ്ങൾ നൽകുന്നുണ്ട്. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 11 മുതലുള്ള ചില തിരുവചനങ്ങൾ നമുക്കൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. ആദ്യം മുതലേ നിങ്ങൾ കേട്ടിരിക്കുന്ന സന്ദേശം ഇതാണ്: നാം പരസ്പരം സ്നേഹിക്കണം. തിന്മയുടെ സന്തതിയും സഹോദരനെ കൊന്നവനുമായ കായേനെ പോലെ ആകരുത്. എന്തു കാരണത്താലാണ് അവൻ സഹോദരനെ കൊന്നത്? തൻ്റെ പ്രവൃത്തികൾ ദുഷിച്ചതും തൻ്റെ സഹോദരൻ്റെ പ്രവൃത്തികൾ നീതിയുക്തവും ആയിരുന്നതുകൊണ്ട് തന്നെ. സഹോദരരെ, ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. സഹോദരരെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നാം അറിയുന്നു. സ്നേഹിക്കാത്തവനാകട്ടെ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം അറിയുന്നു. നമ്മളും സഹോദരങ്ങൾക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ലൗകിക സമ്പത്തുണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായമർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. എത്രയോ മനോഹരമായൊരു ധ്യാനമാണിത്. സ്നേഹം എന്ന് പറയുന്ന പുണ്യം, പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണം? വളരെ വ്യക്തതയോടെ കർത്താവിൻ്റെ വചനം പറയുന്നു, സഹോദരരെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സഹോദരരെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സ്നേഹമെന്ന് പറയുന്നത് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ശക്തിയാണ്. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിത്യജീവൻ വസിക്കുന്നത് ആരിലാണ്? സഹോദരനെ സ്നേഹിക്കുന്നവനിലാണ്. സഹോദരന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നവനിലാണ്. സഹോദരനെ വെറുക്കുന്നവനിൽ നിത്യജീവനില്ല. അവനെ മരണം ഗ്രസിച്ചു കഴിഞ്ഞു. തുടർന്ന് യോഹന്നാൻ ശ്ലീഹ വളരെ വ്യക്തതയോടെ പഠിപ്പിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കേണ്ടത്? നീ നിത്യജീവൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ സഹോദരനെ സ്നേഹിക്കണം എന്ന് വ്യക്തമായും കർത്താവിൻ്റെ വചനം പറയുകയാണ്. നീ നിന്റെ സഹോദരനെ വെറുക്കുന്നെങ്കിൽ നിനക്ക് നിത്യജീവൻ ഇല്ല
നിനക്ക് മരണമാണ് വിധി എന്ന് വ്യക്തമായും കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നു. ഈ സ്നേഹം എങ്ങനെയായിരിക്കണം? തുടർന്ന് പറയുകയാണ്, ഈ സ്നേഹം ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം അറിയുന്നു. യേശു ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ചവൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് കൽപ്പിച്ചവൻ, തനിക്ക് സ്വന്തമായവരെ സ്നേഹിക്കുകയും അവസാനം വരെ സ്നേഹിക്കുകയും ചെയ്തവൻ്റെ സ്നേഹത്തിൻ്റെ ശൈലികൾ നമ്മൾ ജീവിതത്തിൽ പകർത്താനുണ്ട്. സഹോദരങ്ങളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ യോഹന്നാൻ യേശുവിൻ്റെ മാറിൽ ചാരിക്കിടന്ന് ആ സ്നേഹം രുചിച്ചവൻ പറയുന്നു, ആ സ്നേഹത്തിൻ്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞവൻ പറയുന്നു, യേശു ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ യോഹന്നാൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അവൻ തനിക്ക് സ്വന്തമായവരെ സ്നേഹിച്ചു. അവൻ തനിക്ക് സ്വന്തമായവരെ സ്നേഹിച്ചു. അവൻ ആരാണ് സ്വന്തമാകാത്തത്? സമൂഹത്തിലെ പുറന്തള്ളപ്പെട്ടവരും പാപികളും പരാജിതരുമായ സകലരെയും അവൻ സ്നേഹിച്ചു. സകല മനുഷ്യർക്കും വേണ്ടി, അതെ, അതിനുവേണ്ടിയാണ് അവൻ ജീവൻ കൊടുത്തത്. ആ സ്നേഹം പോലെ സ്നേഹിക്കണം. തുറന്നു പറയുകയാണ്, അവസാനം വരെ സ്നേഹിച്ചു. എന്താണ് അവസാനം വരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ? രണ്ടർത്ഥമുണ്ട്. ജീവിതത്തിൻ്റെ അവസാനം വരെ സ്നേഹിക്കുക എന്നാണൊന്ന്. നിരന്തരമായൊരു സ്നേഹമാണത്. ഈശോ ഒരിക്കലും സ്നേഹത്തിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ല. രണ്ടാമത്തത്, സ്നേഹത്തിൻ്റെ അവസാനം വരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. സ്നേഹത്തിൻ്റെ അവസാനം വരെ സ്നേഹിക്കുക, അതെവിടെയാ? അത് നമുക്ക് അറ്റം കാണാത്ത ഒരു മഹാസമുദ്രം പോലെ. അപ്പം അതുകൊണ്ട് ഈ ഒരു സ്നേഹത്തിൻ്റെ ശൈലിയിലേക്ക് നമ്മൾ വളരണം. അതാണ് നമുക്ക് നിത്യജീവൻ നൽകുക എന്ന് യോഹന്നാൻ പറഞ്ഞു വെച്ചു. എന്നിട്ട് ഈ സ്നേഹം എങ്ങനെയാണ് പ്രായോഗികമാക്കേണ്ടത് എന്നാണ് തുറന്നു പറയുക. അവിടെയാണ് നമുക്കിന്ന് അല്പം വിഷമമുള്ളത്. എത്രയോ മനോഹരമായിട്ടാണ്, വളരെ പ്രായോഗികമായിട്ട് യോഹന്നാൻ പറഞ്ഞു വെച്ചത്. ലൗകിക സമ്പത്തുണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായമർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയമടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? എനിക്ക് എൻ്റെ സഹോദരനെ സഹായിക്കാനുള്ള അറിവുണ്ട്, കഴിവുണ്ട്, സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാ സുസ്ഥിതികളുമുണ്ട്. എന്നിട്ടും എൻ്റെ സഹോദരനെ സഹായിക്കാൻ തയ്യാറാകാതെ അവൻ്റെ മുമ്പിൽ ഹൃദയമടയ്ക്കുന്നെങ്കിൽ, ഇതല്ലേ ഇന്ന് ഒരുപക്ഷേ പലർക്കും പറ്റിയിരിക്കുന്ന ഈ അബദ്ധം. ഹൃദയം അടയ്ക്കുക, സഹോദരന് നേരെ ഹൃദയം അടയ്ക്കുക. എന്നിട്ട് ഒന്നുകൂടെ വ്യക്തതയോടെ യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലും അല്ല സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. വാക്കിലും സംസാരത്തിലും അല്ല സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. അപ്പോൾ സ്നേഹം എന്ന പുണ്യം അവസാന വിധിയിൽ നിനക്ക് നിത്യജീവൻ വാങ്ങിത്തരണമെങ്കിൽ വ്യക്തതയോടെ കർത്താവിൻ്റെ വചനം പറയുന്നു, വാക്കിലും സംസാരത്തിലുമല്ല, പ്രവൃത്തിയിലൂടെ നീ പ്രകടമാക്കണം സ്നേഹം. നിന്റെ സഹോദരങ്ങളുടെ മുമ്പിൽ നിന്റെ ഹൃദയം അടച്ചിട്ടിട്ട് ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന സമ്പത്തും ആരോഗ്യവും കഴിവുമൊക്കെ നിന്റെ ആവശ്യത്തിനു വേണ്ടി അതിനെ പെരുകിപ്പിച്ച് അറപ്പുരകൾ പൊളിച്ചു പണിത് നീ സുഖിച്ചു ജീവിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ ഒരിക്കലും നിനക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് തന്നെയാണ് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക. 2 ഉപമകളെ ഞാൻ ഒന്ന് ധ്യാന വിഷയമാക്കുകയാണ്. ഒന്നാമതായിട്ട് അന്ത്യവിധിയെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 31 മുതലുള്ള തിരുവചനങ്ങളിൽ വളരെ മനോഹരമായിട്ട് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്.
പ്രവൃത്തികളിലൂടെ എങ്ങനെ സ്നേഹിക്കണം. ഈശോയുടെ പഠനം അതാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും ആരും സ്നേഹിക്കപ്പെടുകയോ സ്നേഹം അനുഭവിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പ്രവൃത്തിയിലൂടെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമാണ് ക്രിസ്തീയ സ്നേഹം എന്ന് പറയുന്നത്. പ്രവൃത്തിയിലൂടെ സ്നേഹിക്കുന്ന ഒരു സ്നേഹത്തിന് മാത്രമേ നിനക്ക് സ്വർഗം നേടിത്തരാനാവുള്ളൂ. വെറുതെ വാക്കുകൾ പറഞ്ഞു മയക്കി നിന്റെ ഹൃദയം അടച്ചുപൂട്ടി നിന്റെ അറപ്പുരകൾ ഭദ്രമാക്കിയിട്ട് ഈ ലോകത്തിൽ നീ നിന്റെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്തൊരു ക്രിസ്തീയതയുമില്ല. ഇവിടെ ചില പൊളിച്ചെഴുത്തലുകൾ നമുക്ക് നടത്താനുണ്ട്. അങ്ങനെയൊന്നും നടത്താത്തത് കൊണ്ടാണ് ഒരു പക്ഷേ നമ്മുടെയൊക്കെ അറപ്പുരകൾ വല്ലവനും കൊണ്ടുപോകുന്നത്. നമ്മുടെയൊക്കെ അറപ്പുരകൾ ഒരു ഉപകാരവുമില്ലാത്ത രീതിയിൽ ഒരു രാത്രിയിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് അടിച്ചു മാറ്റിപ്പോകുന്ന ഒരു അവസ്ഥ. ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഈ മഹനീയത കാത്തു സൂക്ഷിക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ലേ നമ്മുടെ സമ്പത്തും നമുക്കുണ്ടായിരുന്ന പ്രതാപവും ഐശ്വര്യവും ഒക്കെ വല്ലവരും അടിച്ചു മാറ്റിപ്പോകുന്നത്. ശക്തമായ ഒരു സാക്ഷ്യം കൊടുക്കാൻ നമുക്ക് കഴിയാതെ വരുന്നു. അടിസ്ഥാനപരമായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. ലോകത്തിനോട് അനുരൂപപ്പെട്ടുകൊണ്ടുള്ള ഒരോട്ടപ്പാച്ചിൽ. എന്ത് വ്യത്യസ്തതയാണ് നമുക്കുള്ളത്. കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട്. നമ്മൾ ശ്രമിച്ചു. യോഹന്നാൻ പറയുന്നു, ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട. എന്താ കർത്താവ് അങ്ങനെ പറയാൻ കാരണം? 100% ഉറപ്പാണ് ലോകം നിങ്ങളെ ദ്വേഷിക്കും. കാരണം ഇത് ലോകത്തിൻ്റെ ശൈലിയല്ല. ഒരുപക്ഷെ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ പൂർവികർ ജീവൻ പണയം വെച്ച ഈ മൂല്യങ്ങളിൽ നിലനിന്നത് കൊണ്ടല്ലേ ഇപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ അല്പം വിശ്വാസമുള്ളത്. അത് പണയം വെച്ചെടുത്തൊക്കെ ക്രൈസ്തവ വിശ്വാസം ഇന്ന് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലേക്ക് വരിക. മനോഹരമായ ഒരു ചിത്രീകരണം ഈശോ പറയുന്നു. 31-ാം തിരുവചനം, മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ്റെ മുന്നിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവസാന വിധിയുടെ മനോഹരമായ ഒരു ചിത്രാവിഷ്കരണമാണിത്. ഇത് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവാണ്. ഈശോ സത്യമേ പറയൂ. യേശുവിൻ്റെ വചനം സത്യമാണ്. അങ്ങനെയാണെങ്കിൽ വ്യക്തമായും അവൻ മഹത്വത്തിൽ എഴുന്നള്ളും എന്നുള്ളത് സത്യമാണ്. അവൻ്റെ രണ്ടാം വരവ് സത്യമാണ്. ആ അന്തിമ വിധിയുടെ വേളയിൽ അവൻ നീതിയുടെ വിധിയാളനായി വിധിക്കും എന്നത് സത്യമാണ്. അവിടെ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിച്ച് അവൻ നീതിയുടെ വിധി നടത്തും എന്ന് പറയുമ്പോൾ അതിനെ ഏത് മനുഷ്യനും മനസ്സിലാകാവുന്ന രീതിയിൽ തുടർന്ന് അവൻ വ്യാഖ്യാനിച്ചു തരുന്നുണ്ട്. ആരെയാണ് നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കുക? തുടർന്നുള്ള വായനയിൽ നമുക്കറിയാം ആരാണ് നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത്. എനിക്ക് വിശന്നു, നീ എനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചു, നീ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നീ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നീ എൻ്റെ അരികെ വന്നു. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ് ഈശോ അവിടെ നിരത്തി വയ്ക്കുക. വിശപ്പ്, ദാഹം, പരദേശവാസം, നഗ്നത, രോഗം, കാരാഗ്രഹാവസ്ഥ. ഇത് പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ഈശോ അന്ത്യവിധിയിൽ നിനക്ക് സ്വർഗം തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നീ അതിനോടെങ്ങനെ സഹകരിക്കണം. ഇവിടെയാണ് പ്രവൃത്തി പദത്തിലെത്തുന്ന
പ്രവർത്തന നിരതമാകുന്ന സ്നേഹത്തിൻ്റെ പ്രസക്തി. നേരത്തെ പറഞ്ഞതുപോലെ സംസാരവും വാക്കുമെന്നല്ല ഇത്. നീ നിൻ്റെ ഹൃദയം തുറക്കണം. നിനക്ക് ലൗകിക സമ്പത്തുണ്ടായിരിക്കെ നിന്റെ സഹോദരൻ വിശക്കുന്നത് കാണുമ്പോൾ നിനക്ക് നിന്റെ ഹൃദയം തുറന്ന് ആ വിശപ്പടക്കാൻ കഴിയുന്നില്ലെങ്കിൽ, വളരെ വ്യക്തമായിട്ടും ഈശോ പറഞ്ഞു വെച്ചിട്ട് വളരെ കൃത്യതയാണിത്. ഇതിനെന്ത് വ്യാഖ്യാനമാണ് ആവശ്യമുള്ളത്? വിശപ്പ്, ദാഹം, പരദേശവാസം, ഇതൊക്കെയായി ഇന്ന് മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങൾ. ഒരുപക്ഷെ ഇന്ന് പല ചർച്ചകളും പല സംവാദങ്ങളും ഒക്കെ കാണുമ്പോൾ ചിലപ്പോഴൊക്കെ ലജ്ജ തോന്നാറുണ്ട്. ഇന്നത്തെ മനുഷ്യൻ്റെ ആവശ്യം എന്താ? പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ആവശ്യം എന്താ? ലോകം മുഴുവനിലുമുള്ള സകല മനുഷ്യനും ഒരേ ആവശ്യത്തിലാണിപ്പോൾ. വിശപ്പ്, ദാഹം, പരദേശവാസം, ഒറ്റപ്പെടൽ, ശൂന്യത, രോഗം, കാരാഗ്രഹ അവസ്ഥ, തടവറ. സ്വന്തം വീട്ടിൽ പോലും തടവറയിൽ കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ ഇന്ന് ബന്ധനാവസ്ഥയിൽ കഴിയുന്ന സാഹചര്യം. ഇവിടെ റോമാ നഗരം കത്തിപ്പടരുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുന്ന ശൈലിയിൽ അനേകർ ജീവിച്ചുകൊണ്ടിരിക്കുക. നിനക്ക് ലൗകിക സമ്പത്തുണ്ടായിരിക്കെ എവിടെ നിന്ന് കിട്ടിയത്? കർത്താവ് പറയുന്നില്ലേ, നിനക്ക് ദാനമായി ലഭിച്ചതാണിത്, നീ ദാനമായി തന്നെ കൊടുക്കണം. ഇത് കൊടുക്കാൻ തയ്യാറില്ലെങ്കിൽ നിനക്ക് അന്തിമ വിധിയിൽ നീതിയുടെ വിധിയാണെന്ന് നിന്നെ വിധിക്കുമ്പോൾ നീ പുറന്തള്ളപ്പെടും ദൈവരാജ്യത്തിൽ നിന്ന്. നിനക്ക് നിത്യജീവൻ നഷ്ടപ്പെടുമെന്നുള്ള വ്യക്തമായ സൂചന, വ്യക്തമായ സത്യം കർത്താവ് നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ പ്രിയമുള്ളവരെ നമ്മളൊന്ന് ഉണർന്ന് ചിന്തിക്കണം. മനുഷ്യർക്ക് ആവശ്യമായതൊക്കെ ദൈവം തന്നിട്ടുണ്ട്. മനുഷ്യർക്ക് ആവശ്യമായതെല്ലാം ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഒരു 50% മനുഷ്യർക്കും ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നു? ദൈവം തന്നിട്ടുള്ളത്, എല്ലാവർക്കും വേണ്ടി തന്നിട്ടുള്ളത് ഒരുപക്ഷെ ഒരു 20% ഒതുക്കിയിരിക്കുക എല്ലാ കാര്യത്തിലും. എന്നിട്ട് മനുഷ്യൻ ഇന്ന് ദുരിതം അനുഭവിക്കുന്നു. ഇവിടെ വ്യക്തിപരമായ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് വളരാൻ സാധിക്കണം. എൻ്റെ ആത്മാവിന് പകരമായി ഞാൻ എന്തു കൊടുക്കും? അങ്ങനെയാണെങ്കിൽ ഞാൻ ചിന്തിക്കണം, ഞാൻ എൻ്റെ ഹൃദയ കവാടം തുറക്കണം. എനിക്ക് ദൈവം ദാനമായി തന്നിട്ടുള്ളത് എന്തുമാകട്ടെ, എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പങ്കുവെക്കാനുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സ്നേഹത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനനിരതമായ ഒരു സ്നേഹത്തിൻ്റെ ജീവിതശൈലിയിലേക്ക് പ്രിയമുള്ളവരെ നമുക്ക് വരാൻ സാധിക്കണം. ഇനി മറ്റൊരു സത്യം കൂടെ ഇതിനകത്തുണ്ട്. ഈശോ എന്തുമാത്രം തകർന്നവരിലേക്ക് ശ്രദ്ധ, തകർന്നവരോടുള്ള കരുണ, സ്നേഹം പ്രകടമാക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഈശോ ഇവിടെ പറയുക? വിശക്കുന്നവനോട്, ദാഹിക്കുന്നവനോട്, പരദേശവാസം അനുഭവിക്കുന്നവനോട്, രോഗിയോട്, കാരാഗ്രഹാവസ്ഥയിൽ കഴിയുന്നവനോട്, നഗ്നതയിൽ കഴിയുന്നവനോടുള്ള യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ ആ അവാജ്യമായ അവർണ്ണനീയമായ സ്നേഹമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഈ പ്രിയപ്പെട്ടവരിൽ, എൻ്റെ ഈ ചെറിയവരിൽ ഒരുവനെ നീ സഹായിക്കാതെ പോയാൽ നീ എന്നെയാണ് സഹായിക്കാതിരിക്കുന്നത്. ഈ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. ഈശോ എപ്പോഴും വിശക്കുന്നവരുടെ പക്ഷത്താണ്. ഈശോ ദാഹിക്കുന്നവൻ്റെ പക്ഷത്താണ്. ഈശോ നഗ്നനും പരദേശവാസിയും തടവറയിൽ കഴിയുന്നവനും രോഗിയും ഒക്കെയായ മനുഷ്യൻ്റെ കൂടെയാണ്. അവൻ പുറന്തള്ളപ്പെട്ടവൻ്റെ കൂടെയാണ്. ഓപ്ഷൻ ഫോർ ദ പുവർ എന്നൊക്കെ പറയുന്നതാണ്. പാവപ്പെട്ടവൻ്റെ പക്ഷം ചേരുന്നവനാണ് അവൻ. അതാണ് യേശുവിൻ്റെ സുവിശേഷം. അതുകൊണ്ടാണ് ഇത്രയും തീവ്രതയോടെ പറയുക, നീ അവനെ സഹായിക്കുന്നില്ലെങ്കിൽ നിനക്ക് നിത്യജീവനില്ല. കമ്പാഷൻ,
കുംപാസിയോ, ടു സഫർ വിത്ത്. സഹിക്കുന്നവരോടുകൂടെ സഹിക്കുന്നവനാണ് കർത്താവ്. അതുകൊണ്ട് അവന് അവരോട് അനുകമ്പ തോന്നി എന്ന വചനം നമ്മൾ ഒന്ന് ഓർക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവപ്രീതി നേടണമെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ നീ നീതീകരിക്കപ്പെടണമെങ്കിൽ മനസ്സിലാക്കുക, കർത്താവിൻ്റെ ഈ ആഹ്വാനത്തിന് ചെവി കൊടുക്കണം. പ്രവർത്തനനിരതമായ ഒരു സ്നേഹത്തിലൂടെ നീ നിന്റെ സഹോദരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം, നിന്റെ ആത്മാവ്, അതിൻ്റെ രക്ഷ നിനക്ക് നേടിയെടുക്കാനാകും. ഒരു ഉപമയിലേക്ക് കൂടെ നമുക്കൊന്ന് പെട്ടെന്ന് കടന്നു പോകാം. ഇതൊക്കെ സുപരിചിതമാണ് നമുക്ക്. ലൂക്കായുടെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായം 19 മുതലുള്ള തിരുവചനത്തിൽ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ കർത്താവ് പറയുന്നുണ്ട്. 3 രംഗങ്ങൾ, 3 കഥാപാത്രങ്ങൾ. ആദ്യ രംഗത്ത് എന്താ കാണുന്നത്? ധനവാൻ സുഭിക്ഷമായി ജീവിക്കുക. അവൻ്റെ പടിപ്പുരയ്ക്ക് പുറത്ത്, പടിവാതിലിന് പുറത്ത് ലാസർ കിടപ്പുണ്ട്. 46 ഉപമകളിൽ ഒരു ഉപമയിലാണ് ഒരു വ്യക്തിക്ക് പേരുള്ളൂ എന്ന് സാധാരണ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കർത്താവിൻ്റെ ഉപമകളിൽ ലാസർ, എലിയാസർ എന്നൊക്കെ പറഞ്ഞാൽ ദൈവം എൻ്റെ സഹായകൻ എന്നാണ്. ദൈവം എൻ്റെ സഹായകൻ, അതാണ് ലാസർ. ആ ലാസറിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതേ സത്യം തന്നെയാണ് കർത്താവ് പഠിപ്പിക്കുക. നിന്റെ സ്നേഹം തണുത്തുറഞ്ഞു പോയാൽ, നിന്റെ സ്നേഹം മരവിച്ചാൽ, നിന്റെ സഹോദരൻ്റെ മുമ്പിൽ നീ പടിപ്പുര കൊട്ടി അടച്ചാൽ എന്താ സംഭവിക്കുക? ധനവാന് പേരില്ലാത്തതിനെക്കുറിച്ച് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, കർത്താവിൻ്റെ കണ്ണിൽ പെടാത്തവന് ഭൂമിയിൽ പേരില്ല. അവൻ കർത്താവിൻ്റെ കണ്ണിൽ പെട്ടിട്ടില്ല. കർത്താവിൻ്റെ കണ്ണിൽ പെടാത്തവന് ഭൂമിയിൽ പേരില്ല. പ്രിയമുള്ളവരെ, എന്താണ് ആ ആദ്യ രംഗത്ത് നമ്മൾ കാണുന്നത്? അത് ഈ ലോകത്തിൻ്റെ ഒരു ചിത്രമല്ലേ? ധാരാളം പേരെ പടിക്കപ്പുറത്ത് നിർത്തിയിട്ട് സുഭിക്ഷമായി ജീവിക്കാൻ, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം സുഖമോഹങ്ങൾക്ക് വേണ്ടി, എനിക്ക് എന്ന ചിന്തയിലേക്ക് നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു അവനവനിസത്തിലേക്ക് മനുഷ്യൻ ഒതുങ്ങുന്നു. അവനിവിടെ സുഖമായിട്ട് ജീവിക്കുന്നു. അവന് ഒരു പക്ഷേ പരിചാരകരുണ്ട്, സുഭിക്ഷണമായ ഭക്ഷണമുണ്ട്, പട്ടുവസ്ത്രമുണ്ട്, ഒക്കെ ശരിയാ. ഈ കഥ പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഇത് വെറുതെ പറഞ്ഞതല്ല. ഇതൊക്കെ ഇന്ന് ഈ ലോകത്തിൽ നടക്കുമ്പോൾ ഈ ആദ്യ രംഗം ഇങ്ങനെയാ. ഇനി രണ്ടാമത്തെ രംഗത്തിലേക്ക് വരിക. അവിടെ നമ്മൾ കാണുന്നുണ്ട്, ധനവാൻ മരിച്ച് അടക്കപ്പെട്ടു. ലാസർ മരിച്ചു, അവൻ എടുക്കപ്പെട്ടു. ധനവാൻ മരിച്ച് അടക്കപ്പെട്ടു ലോകത്തിലെ ഏറ്റവും വിലയുള്ള മാർബിളിൻ്റെ ഉള്ളിൽ. ലോകത്തിൽ ആരെയും ഇതുവരെ പരിഗണിക്കാതെ ധാരാളം ലാസറുമാരെ പടിക്ക് പുറത്ത് നിർത്തിയിരുന്ന ധനവാൻ അടക്കപ്പെട്ടു. അത് അടക്കമാണ്. എന്നാൽ ലാസറിനെ കുറിച്ച് പറയുക, അവൻ എടുക്കപ്പെട്ടു. അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് അവൻ എടുക്കപ്പെട്ടു. മനോഹരമായ ആ ലാസറിൻ്റെ സമ്പന്നമായ ഒരു ജീവിതമാണ് രണ്ടാം രംഗം. എന്നിട്ട് മാലാഖമാരോടുകൂടെ അവൻ അബ്രാഹാമിൻ്റെ മടിയിൽ സൗഭാഗ്യം അനുഭവിക്കുകയാണ്. മൂന്നാമത്തെ രംഗത്തിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് തിരിച്ചടി. ഈ മൂന്നാം രംഗത്തിൽ, ആദ്യ രംഗത്തിൽ സമ്പന്നനായിരുന്ന ധനവാൻ, സുഭിക്ഷമായി ജീവിച്ചവൻ, ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കെഞ്ചുന്ന പരമദാരിദ്ര്യത്തിലേക്ക് വീഴുകയാണ്. എത്രയോ മനോഹരമായി
ഒരു വലിയ സത്യത്തെ, നിത്യസത്യത്തെ എല്ലാവർക്കും മനസ്സിലാകാവുന്ന രീതിയിൽ കർത്താവായ ഈശോ വെളിപ്പെടുത്തി തന്നു. ഇപ്പോൾ ധനവാൻ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ലാസറിനെ ഒന്ന് പറഞ്ഞയക്കാൻ കേളുകയാണ്. അപ്പോൾ പിതാവായ അബ്രാഹാം പറയുന്നുണ്ട്, ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ ഒരു ഗർത്തമുണ്ട്. എപ്പോഴാണ് ഈ ഗർത്തം ഉണ്ടായത്? എന്താണ് ഈ ഗർത്തം? നേരത്തെ അകത്തേക്കും പുറത്തേക്കും പോകാവുന്ന ഒരു പടിപ്പുര വാതിൽ നിനക്കുണ്ടായിരുന്നു. അത് നീ തുറന്നിട്ടിരുന്നെങ്കിൽ, ലാസറിനെ ഒന്ന് അകത്ത് കടത്തിയിരുന്നെങ്കിൽ, നീയൊന്ന് പുറത്തേക്ക് വന്നിരുന്നെങ്കിൽ, ഇപ്പോൾ സാഹചര്യം മാറി. അകത്തേക്കും പുറത്തേക്കും പോകാത്തൊരു ഗർത്തമാണ്. സാധ്യതകളുള്ളപ്പോൾ, പ്രിയമുള്ളവരെ, ദൈവം അവസരങ്ങൾ തരുമ്പോൾ അത് ഉപയോഗപ്പെടുത്തണം. സ്നേഹം എന്ന് പറയുന്നത് മട്ടുപ്പാവിലിരുന്ന് തിന്നുകുടിച്ച് ആനന്ദിച്ചിട്ട് പുറത്ത് കിടക്കുന്നവനെ പുച്ഛിച്ച് തള്ളുന്ന ഒരു ദുരന്ത സംസ്കാരമല്ല. ക്രിസ്തീയതയിൽ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഈ വലിയ വെളിപ്പെടുത്തുന്ന സത്യം നമ്മൾ ഇനി എന്നാണ് മനസ്സിലാക്കുക? നമുക്കെന്നാണ് ഇതൊക്കെ ഒന്ന് തിരിച്ചറിയാൻ കഴിയുക? പലതും ഉപേക്ഷിച്ച് നമ്മൾ സ്വർഗം പോലും ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയാണ്. നീ ഈ ലോകത്തിൽ ഉപേക്ഷയാൽ, ഇവിടെ ധനവാൻ വേറെ പാപമൊന്നും ചെയ്തിട്ടില്ലല്ലോ, ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുന്ന സിൻ ഓഫ് ഒമിഷൻ, അവൻ പലതും ഉപേക്ഷിച്ചു. ആ ഉപേക്ഷയിലൂടെ സംഭവിച്ചത് എന്താണ്? അവൻ ഒരർത്ഥത്തിൽ അറിയാതെ നിത്യജീവനും സ്വർഗവും ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെ സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്നത് പോലെ ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ആരാധനയിലേക്ക് കടന്നു വരാം. ഉള്ള സമയം കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുക. എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ പകരം കൊടുക്കാനൊന്നുമില്ല. യേശുക്രിസ്തുവിൻ്റെ ഈ നിത്യജീവൻ്റെ സുവിശേഷം ഗ്രഹിക്കുക. ഇത് സ്വന്തമാക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രവർത്തനനിരതമായ ഒരു സ്നേഹത്തിലേക്ക് നീ വരിക. നിന്റെ ഹൃദയം അടച്ച് മറ്റുള്ളവരെ പിണ്ണം വെച്ച് പുറത്താക്കുന്ന ഒരു ജീവിത ശൈലിയിൽ ഒരു പൊളിച്ചെഴുത്ത് നടത്തിയിട്ട് യഥാർത്ഥ ക്രിസ്തീയത നീ ജീവിക്കാൻ തയ്യാറാവുക. അവിടെയാണ് സ്വർഗം. അവിടെയാണ് അന്തിമവിധി നാളിൽ വിധിയാളനായ കർത്താവ് നിന്നെ ഇരുകരങ്ങളും നീട്ടി മാറോട് ചേർത്ത് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. അതിനാണല്ലോ നമ്മൾ ജീവിക്കേണ്ടത്. നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. അങ്ങെപ്പോലെൻ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം.
അങ്ങെപ്പോലൻ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങിലല്ലാതെ വേറെ ഇല്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. അങ്ങെപ്പോലൻ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങിലല്ലാതെ വേറെ ഇല്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ഒറ്റ വിളിയേശുവേ, പരിശുദ്ധനേ, ബലവാനേ, അമർത്യനേ, ആരാധന 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 യേശുവേ. എല്ലാം മറന്ന് സ്തുതിക്കട്ടെ. ഇരു കരങ്ങൾ ഉയർത്തി ആത്മാവിന്റെ അഭിഷേകത്തിനായി ഉച്ചത്തിൽ വിളിക്കുന്നു. യേശുവേ ആരാധന, ജീവിക്കുന്ന ദൈവമേ ആരാധന. ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യമായി കർത്താവ് വീണ്ടും നമ്മെ സമീപിക്കുകയാണ്. ഈ കർത്താവാണ് തൻ്റെ സുവിശേഷത്തിലൂടെ നിത്യജീവന്റെ സന്ദേശം നമ്മെ അറിയിച്ചത്. അവിടെ നിന്നും ജീവിക്കുന്നു. വിശ്വാസത്തിൻ്റെ ഉൾക്കണ്ണുകൾ കൊണ്ട് കർത്താവിൻ്റെ ഈ ദിവ്യ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാവില്ല എന്ന് വളരെ കൃത്യതയോടെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നിത്യജീവൻ നമുക്ക് നൽകുന്നതിനു വേണ്ടി സ്വന്തം ശരീരവും രക്തവും നമുക്കായി പകുത്തു തന്നവൻ ഇപ്പോൾ ദിവ്യകാരുണ്യമായി ഇതാ നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്നു. കർത്താവിൻ്റെ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ഇന്ന് എൻ്റെ ഹൃദയം തുറന്നു വെച്ചുകൊണ്ട് ഞാനായിരിക്കുമ്പോൾ ഈശോയെ, എൻ്റെ ഇന്നലകളിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനം അറിഞ്ഞിട്ടും അത് ജീവിക്കാതെ കടന്നുപോയ എൻ്റെ ജീവിതത്തിൻ്റെ ദുർദിനങ്ങൾ, ഈ ലോകത്തിന് പുറകെയുള്ള ഒരു പരക്കം പാച്ചലിൽ കർത്താവേ, അങ്ങയുടെ വചനത്തിൻ്റെ ഉൾപ്പൊരുളുകൾ ഞാൻ ഗ്രഹിച്ചില്ല. ലോകത്തിൻ്റെ വചനങ്ങൾ ധാരാളം ഞാൻ കേട്ടു. ഈ ലോകത്തെക്കുറിച്ച്, ഈ സൃഷ്ടപ്രപഞ്ചത്തെക്കുറിച്ച്, ലോകത്തിലുള്ള സകലതിനെയും കുറിച്ച് അറിയാൻ ശ്രമിച്ചിട്ടും കർത്താവേ,
അങ്ങയെക്കുറിച്ചറിയാൻ സാധിക്കാതെ പോയ ജീവിതം എത്രയോ പരാജയമാണ്. കർത്താവെ, വളരെ വ്യക്തതയോടെ തിരുവചനങ്ങളിലൂടെ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, കർത്താവെ, എൻ്റെ ആത്മാവിന് വേണ്ടി അങ്ങ് കൊടുത്ത വിലയാണല്ലോ അങ്ങയുടെ കുരിശുമരണം. ഈശോയെ, അങ്ങയുടെ രക്തമാണല്ലോ എനിക്ക് വേണ്ടി അങ്ങ് ചിന്തിയത്. കർത്താവെ, എനിക്ക് വേണ്ടിയാണല്ലോ അങ്ങ് ശരീരത്തിൽ മുറിവുകൾ ഏറ്റെടുത്തത്. എനിക്കൊരു മോചനദ്രവ്യമായി കർത്താവെ അങ്ങ് പീഡകൾ സഹിച്ചുവല്ലോ. കർത്താവെ, ഇന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും അങ്ങ് ദിവ്യകാരുണ്യമായി ഇറങ്ങി വരുമ്പോൾ കർത്താവെ, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യവചനങ്ങളുടെ രഹസ്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിൽ വിശ്വാസപൂർവ്വം കരങ്ങൾ കൂപ്പി അങ്ങയെ ഉറ്റുനോക്കുന്ന മക്കളിലേക്ക് അങ്ങയുടെ അത്ഭുത ശക്തി അയക്കണമേ. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് പ്രകാശം അയക്കണമേ. കർത്താവെ, നിന്റെ ശിരസ് നിറയെ വ്രണമാണ് എന്ന് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ കർത്താവെ ഞങ്ങൾ വായിക്കുന്നു. ഈ ലോകത്തിൻ്റെ സിദ്ധാന്തങ്ങൾ കൊണ്ട് ശിരസിനെ വ്രണമാക്കിയ ചിന്താമണ്ഡലത്തിൽ മുഴുവനും കർത്താവെ നിഷേധാത്മകമായ ചിന്തകൾ നിറച്ച ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് ഒരുപക്ഷേ ഞങ്ങളുടെ ബുദ്ധിയും യുക്തിയും ഒക്കെ കുത്തി നിറച്ചിയ ഒരു ജീവിതം. പക്ഷെ കർത്താവേ, നിത്യസത്യങ്ങൾ ഞങ്ങൾക്ക് അന്യമായല്ലോ. അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന യാഥാർത്ഥ്യങ്ങൾ ഞങ്ങളുടെ ശിരസിൽ നിന്ന്, ഞങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ നിന്ന് അന്യമായി പോയല്ലോ. യേശുവേ, ഞങ്ങളോട് പൊറുക്കണമേ. കർത്താവേ, ഞങ്ങളെ വീണ്ടെടുക്കണമേ. ഈ ലോകത്തിൻ്റെ പുറകെയുള്ള പരക്കം പാച്ചിലിൽ, ഈ ലോകത്തിൻ്റെ അറിവ് നേടാനുള്ള വ്യഗ്രതയിൽ കർത്താവേ, നിത്യജീവന്റെ സുവിശേഷം ഞങ്ങൾ അവഗണിച്ചതിനെയോർത്ത് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ഈശോ, ഈ രാത്രിയുടെ യാമങ്ങളിൽ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവേ, അങ്ങേക്ക് ഒരു ദിവസം 1000 സംവത്സരങ്ങൾ പോലെയാണല്ലോ. ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയതൊക്കെ വീണ്ടു തരാൻ ഒരൊറ്റ നിമിഷം കൊണ്ട് അങ്ങേക്ക് കഴിയുമല്ലോ. കർത്താവേ, അങ്ങൊന്ന് തൊട്ടാൽ മതി. കർത്താവേ, ഞങ്ങൾ സൗഖ്യം പ്രാപിക്കും, മോചനം പ്രാപിക്കും. കർത്താവെ, ഞങ്ങൾക്ക് മന്ദീഭവിച്ചു പോയ വിശ്വാസത്തെ അങ്ങയുടെ ഒരു സ്പർശനത്താൽ അങ്ങ് ഉജ്ജ്വലിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശ്വാസം നഷ്ടപ്പെട്ട മക്കളിലേക്ക് ഇപ്പോൾ കർത്താവെ അങ്ങയുടെ അത്ഭുതകരമായ പ്രകാശം അയക്കണമേ. ഞങ്ങളുടെ യുക്തി ചിന്തകളും ഞങ്ങളുടെ ബുദ്ധിയും കർത്താവെ വിശ്വാസത്തെയും കീഴ്പ്പെടുത്തുന്ന രീതിയിൽ, അടിമപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിശ്വാസമന്യമായെങ്കിൽ കർത്താവെ, ആ വിശ്വാസത്തെ പുറത്തേക്കെടുക്കാനുള്ള കൃപ നൽകണമേ. കർത്താവെ, വിശ്വാസത്തിന്റെ വരം തരണമേ. മനുഷ്യബുദ്ധി കൊണ്ട് ഞങ്ങൾക്ക് ചിന്തിക്കാൻ, ഗ്രഹിക്കാൻ കഴിയാത്ത അത്ഭുതകരമായ ശക്തിയുടെ വെളിപ്പെടുത്തലുകൾ കർത്താവേ അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങൾക്ക് തരണമേ. യേശുവേ, ഞങ്ങളുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തണമേ, ഞങ്ങളുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തണമേ. കർത്താവേ, ഇനിയും ഞങ്ങൾ കുരിശിന്റെ വചനത്തെ ഭോഷത്വമായി കരുതാതെ അത് ജീവന്റെ ശക്തിയാണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് തരണമേ. ഈശോയെ, ഈ കാലഘട്ടം മുഴുവനും ഞങ്ങളെ ഇന്ന് വെല്ലുവിളിക്കുമ്പോൾ കർത്താവേ, അങ്ങയെ പ്രതി ഈ ലോകത്തിൽ ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ, കുരിശിൽ തറയ്ക്കപ്പെടുമ്പോൾ, ലോകം നിങ്ങളെ ദ്വേഷിച്ചാൽ നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് ഞങ്ങളോട് അരുളി ചെയ്തിട്ടുള്ള കർത്താവേ, ആത്മാവിനെ കൊല്ലാൻ സാധിക്കാത്ത ഒന്നിനെയും ഭയപ്പെടേണ്ടെന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആ വലിയ ഉറപ്പ് ഈശോയെ ഞങ്ങൾ ഏറ്റെടുക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ആത്മാവിന്റെ മഹത്വത്തെക്കുറിച്ച്, അതിന്റെ വിലയെക്കുറിച്ച് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തി തരണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ, ഞങ്ങളുടെ സമ്പത്തിനെ, ഞങ്ങളുടെ സ്വത്ത്, ഞങ്ങളുടെ സുസ്ഥിതി, ഞങ്ങളുടെ കഴിവുകൾ ഇതൊക്കെ അപഹരിച്ചാലും കർത്താവേ, ആത്മാവിനെ അപഹരിക്കാൻ ആരെയും അനുവദിക്കാത്ത രീതിയിൽ കർത്താവേ ആത്മാവിനെ കത്തിച്ചു വലിപ്പിക്കണമേ. വിശുദ്ധിയാൽ നിറയ്ക്കണമേ. കറകഴുകി ശുദ്ധീകരിക്കണമേ. പാപത്തിൽ നിന്ന് വിടുതൽ നൽകണമേ. പൈശാചിക ആധിപത്യങ്ങൾ ഞങ്ങളുടെ ആത്മാവിന്റെ രക്തയെ തകർക്കാൻ അനുവദിക്കരുതേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ശക്തി വർഷിക്കണമേ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ.
അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എന്റെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ തിരുരക്തത്തിൻ മറവിൽ ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകണമേ. മങ്ങിപ്പോയ വിശ്വാസം കത്തിജ്വലിക്കട്ടെ. ഋണബാധിതമായ ശിരസിൽ നിന്ന് നിഷേധാലോകമായ സകല ചിന്തകളും വിട്ടുപോകട്ടെ. വിശ്വാസം വർദ്ധിപ്പിക്കണേ. വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്ന സകലതും ഞങ്ങളുടെ ബുദ്ധിയിൽ നിന്ന്, യുക്തിയിൽ നിന്ന്, ചിന്തയിൽ നിന്ന് ഇപ്പോൾ നീക്കിക്കളയണമെന്ന് കർത്താവേ. അങ്ങേ രക്തത്തിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഞങ്ങളുടെ ഓർമ്മകളെ സുഖപ്പെടുത്തണമേ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. സത്യപ്രകാശം ഞങ്ങളുടെ ചിന്തയിലേക്ക് കടന്നു വരട്ടെ കർത്താവേ. എല്ലാ ശിരസുകളെയും തൊടണമേ. ഓർമ്മകളെ സുഖപ്പെടുത്തണമേ. ശിരസിലെ വ്രണങ്ങളെ കഴുകണമേ. നിഷേധാലമായ സകല നീക്കിക്കളയണമേ. അന്ധവിശ്വാസങ്ങൾ നീങ്ങിപ്പോകട്ടെ. വിശ്വാസത്തിലുള്ള സകല അന്ധതകളും മാറിപ്പോകട്ടെ. അനാചാരങ്ങളിൽ, പൈശാചിക ആരാധനകളിൽ മുഴുകിപ്പോയി വിശ്വാസത്തെ നശിപ്പിച്ചവർ തിരിച്ചു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് അങ്ങ് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ടല്ലോ. അങ്ങയുടെ വചനമാണല്ലോ സത്യം. കർത്താവേ, അത്ഭുതകരമായ ആ സത്യത്തിലേക്ക് ഞങ്ങൾ നയിക്കണമേ. ഹല്ലേലൂയ, യേശുവേ നന്ദി. കർത്താവേ, പൂർണ്ണമായി ഞങ്ങളുടെ ജീവിതങ്ങളെ ഇപ്പോൾ അങ്ങയുടെ ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു. ഈശോയെ, ആണിപ്പഴുതുള്ള കരം നീട്ടി നീ ഞങ്ങളെ സ്പർശിക്കാനും അനുഗ്രഹിക്കാനുമായി ഇപ്പോൾ നിൻ്റെ കരമുയർത്തുമ്പോൾ ഈശോയെ, വിശ്വാസത്തോടെ നിൻ്റെ മുമ്പിൽ കരങ്ങൾ കൂപ്പിയിരിക്കുന്ന ഈ കഴിഞ്ഞ മണിക്കൂർ നിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് നിൻ്റെ വചനം ശ്രവിച്ച സകലർക്കും കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ ഉൾക്കാഴ്ചകളും ബോധ്യങ്ങളും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മാനുഷിക ബലഹീനതയിൽ ഞങ്ങൾക്ക് സംഭവിക്കുന്ന കുറവുകളെയെല്ലാം നികത്തി ഈ രാത്രിയുടെ യാമത്തിൽ കർത്താവേ, നിത്യസത്യങ്ങളെക്കുറിച്ചുള്ള വലിയ ബോധ്യം പരിശുദ്ധാത്മാവിലൂടെ തരണമേ. കർത്താവ് നമ്മെ ആശീർവദിക്കുന്ന പുണ്യ നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിൻ്റെ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ അത്ഭുത ശക്തി ലോകമുഴുവനിലേക്ക് ഈ നിമിഷം ഒഴുകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ ഈ ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി നമുക്ക് നമ്മെ പ്രതിഷ്ഠിക്കാം. കർത്താവ് അരുൾ ചെയ്തത് വിശ്വസിച്ച ഭാഗ്യവതിയാണ് അമ്മ. തൻ്റെ മക്കളും തൻ്റെ പ്രിയപുത്രൻ അരുൾ ചെയ്തത് വിശ്വസിക്കണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ലോകത്തിലെ പലയിടങ്ങളിലും അമ്മ കടന്നു വന്ന് നിത്യസത്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും മക്കളെ ആഹ്വാനം ചെയ്യുന്നത്. തൻ്റെ പ്രിയപുത്രൻ്റെ ഈ ദിവ്യകാരുണ്യ സൗധത്തിൽ അമ്മയുടെ സാന്നിധ്യമുണ്ട്. ആ അമ്മയുടെ വിമല ഹൃദയത്തിൽ പരിപൂർണമായും ഇപ്പോൾ നമ്മെ സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തില്ലവരെയും പങ്കെടുക്കാൻ സാധിക്കാതെ പോയവരെയും ലോകം മുഴുവനുള്ള സകലരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പണം ചെയ്യുന്നു. യേശുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി വഴിയൊരുക്കാൻ സ്വർഗത്തിൻ്റെ സർവ്വസൈന്യാധിപയായി നിയോഗിക്കപ്പെട്ട അമ്മ നിത്യജീവനിലേക്ക് സകല ആത്മാക്കളും രക്ഷ പ്രാപിച്ച് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ആ അമ്മയുടെ വലിയ സ്നേഹവും മാധ്യസ്ഥവും എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടാകട്ടെ. ഷെക്കേന ടെലിവിഷൻ നിത്യജീവൻ്റെ ഈ സുവിശേഷം ലോകത്തെ അറിയിക്കുമ്പോൾ ഈ ശുശ്രൂഷയും ഇതിന് നേതൃത്വം കൊടുക്കുന്നവരും ഷെക്കേന ടിവിയും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ സുവിശേഷ വേലകളും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ സുവിശേഷ ചാനലുകളും അനുഗ്രഹിക്കപ്പെടട്ടെ. പരിപൂർണമായും ഈശോയുടെ കരങ്ങളിലേക്ക് ഇതെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അമ്മയുടെ ഹൃദയത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ആനന്ദമേ, എന്തൊരാനന്ദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ ആഹ്ലാദമേ, എന്തൊരാഹ്ലാദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ